കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC SCERT സയൻസ് സീരീസിൽ 6ാം ക്ലാസ്സിലെ പാഠം 3 നിവർന്നു നിൽക്കാമെന്ന പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അസ്ഥിവ്യവസ്ഥ അല്ലെങ്കിൽ സ്കെൽട്ടൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണിത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അസ്ഥിവ്യവസ്ഥയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. തുടർന്ന് വരുന്ന 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗത്ത് ചലനത്തിന് പിന്നിൽ എന്ന പാഠഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കെൽട്ടൽ സിസ്റ്റം പഠിക്കാനുണ്ട്. നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. എന്താണ് അസ്ഥികൂടം? അസ്ഥികൂടം എന്ന് പറയുന്നത് ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. അതായത് ശരീരത്തിന് ഉറപ്പ് നൽകുന്നു, അതുപോലെ ശരീരത്തിന് ആകൃതി ഷേപ്പ് നൽകുകയും അതുപോലെ ചില ആന്തരാവയവങ്ങൾക്ക് തലച്ചോറ് പോലെയുള്ള ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിന് ഉറപ്പ്, അതുപോലെ ഷേപ്പ്, ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം. നമുക്കറിയാം തലയോട്ടിയൊക്കെ എന്താണ്, തലച്ചോറിന് സംരക്ഷണം നൽകുന്നതാണ്. അങ്ങനെ ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ദെൻ പക്ഷികളുടെ അസ്ഥികൂടം. നമുക്കറിയാം മനുഷ്യരെ പോലെ തന്നെ എല്ലാ ജീവികൾക്കും അസ്ഥിവ്യവസ്ഥയുണ്ട്. പക്ഷികളുടെ അസ്ഥികൂടത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. പക്ഷികളുടെ അസ്ഥികൂടത്തിൽ എന്താണുള്ളത്? വായു അറകളുണ്ട്, എയർ വാക്യൂൾസ് ഉണ്ട്. ഈ വായു അറകൾ അവയുടെ അസ്ഥികൂടത്തിൻ്റെ ഭാരം കുറക്കുന്നു. ഈ ഒരു വ്യവസ്ഥ പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂലനമായിട്ട് വരുന്നുണ്ട്. ദെൻ മനുഷ്യാസ്ഥികൂടം നോക്കാം. ഇതാണ് മനുഷ്യാസ്ഥികൂടത്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്. മനുഷ്യാസ്ഥികൂടത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല്. ഏതൊക്കെയാണ്? തലയോട് വരുന്നുണ്ട്, തോളെല്ല് വരുന്നുണ്ട്, വാരിയെല്ല്, ഇടുപ്പെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ബാക്കിൽ നട്ടെല്ലും വരുന്നു. അപ്പോൾ ഓരോ ഭാഗത്തെക്കുറിച്ച് നോക്കാം. ആദ്യം തലയോട്. തലയോടിൽ ആകെ 22 അസ്ഥികളാണ് ഉള്ളത്. തലയോടിൽ ആകെ 22 അസ്ഥികൾ. ഇതിൽ 8 മുകളിൽ മസ്തിഷ്കത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. 8 തലച്ചോറിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നു. മുഖത്ത് വരുന്ന അസ്ഥികളാണ് 14. അപ്പോൾ ആകെ 22 അസ്ഥികളിൽ 8 മസ്തിഷ്കത്തെ സംരക്ഷിക്കുകയും 14 മുഖത്ത് വരുന്ന അസ്ഥികളുമാണ്. ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. തലയോടിൽ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയില്ല. ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥിയുള്ളൂ, അതാണ് കീഴ്ത്താടിയെല്ല്. താടി ഭാഗത്ത് വരുന്ന കീഴ്ത്താടിയെല്ല് മാത്രമാണ് തലയോടിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി. അപ്പോൾ തലയോടിൽ 22 അസ്ഥികളാണ്. 8 മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നു, 14 മുഖത്ത് വരുന്നു. ചലിപ്പിക്കാൻ കഴിയുന്ന ഏക തലയോടിൽ വരുന്ന അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ദെൻ നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. എന്താണ് കശേരുക്കൾ? നട്ടെല്ലിലെ അസ്ഥികളെയാണ് കശേരുക്കൾ എന്ന് പറയുന്നത്. നട്ടെല്ല് വരുന്ന ഭാഗം എവിടെയാണ്? പുറം ഭാഗത്ത് സുഷുമ്നാ നാഡിയോട് സംരക്ഷണ കവചമായിട്ടാണ് നട്ടെല്ല് വരുന്നത്. അതായത് തലയുടെ കഴുത്ത് മുതൽ തായ്ഭാഗത്ത് വരെ, നമ്മുടെ കാൽഭാഗത്ത് അവിടെ വരുന്ന ഭാഗം വരെ വരുന്നതാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെയാണ് കശേരുക്കൾ എന്ന് പറയുന്നത്. ആകെ എത്ര കശേരുക്കളാണുള്ളത്? 33. അതായത് നട്ടെല്ലിൽ എത്ര അസ്ഥികളുണ്ട് എന്ന് പറയുമ്പോൾ 33 വരുന്നത്. നട്ടെല്ലിലെ അസ്ഥികൾ കശേരുക്കളാണ്. ആകെ കശേരുക്കൾ 33. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചമായിട്ടാണ് നട്ടെല്ല് വരുന്നത്. ഇത് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗറാണ്. നട്ടെല്ലിനെ 5 ഭാഗമായിട്ട് തിരിക്കാം. ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്നത് സെർവിക്കൽ, അതിൻ്റെ തായ്ഭാഗത്ത് തൊറാസിക്, ദെൻ ലുംബാർ, സാക്രം, കോക്കിസ്. അപ്പോൾ ഏറ്റവും മുകളിൽ കഴുത്തു ഭാഗത്ത് വരുന്നത് സെർവിക്കലാണ്, നെഞ്ച് ഭാഗത്ത് വരുന്നത് തൊറാസിക്, വയറിൻ്റെ ഭാഗത്ത് വരുന്നത് ലുംബാർ എന്ന് പറയും. അതിൻ്റെ താഴോട്ട് സാക്രം വരുന്നുണ്ട്. ഏറ്റവും അറ്റ ഭാഗം വരുന്നത് കോക്കിസ് എന്നാണ്. അപ്പോൾ 5ആയിട്ട് തിരിക്കുന്നുണ്ട് നട്ടെല്ലിനെ. പാഠപുസ്തകത്തിലില്ല, ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സാക്രം, കോക്കിസ്. ഇനി എല്ലാ ജീവികൾക്കും നട്ടെല്ലുണ്ടോ? ചില ഏറ്റവും താഴ്ന്ന കശേരുക്കളിൽ വരുന്നത് നട്ടെല്ലല്ല, നോട്ടോകോഡാണ്. അതായത്
താഴ്ന്ന നോൺ നോട്ടോകോഡ് എന്ന് പറയുന്ന ജീവികളിൽ താഴ്ന്ന കശേരുക്കളിൽ നട്ടെല്ലിന് പകരം നോട്ടോകോഡ് നട്ടെല്ലാണ് കാണപ്പെടുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് വരുന്ന ജീവികളാണ് ആംഫിയോക്സും ലാംപ്രയും. അപ്പോൾ ആംഫിയോക്സും ലാംപ്രകളിലൊക്കെ താഴ്ന്ന കശേരുക്കളാണിവ. ഇവയിൽ നോട്ടോകോഡ് നട്ടെല്ലാണ് കാണപ്പെടുന്നത്. ഇത് ഹാൻഡ് ബുക്കിൽ വരുന്ന ഭാഗമാണ്. ദെൻ മധ്യജനസ്തരമായ കലകൾ കൊണ്ടാണ് നോട്ടോകോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ താഴ്ന്ന കശേരുക്കളിലുള്ള ഈ നോട്ടോകോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മധ്യജനസ്തരമായ കലകൾ, അതായത് മിസോഡെർമൽ ടിഷ്യൂ കൊണ്ടാണ്. ദെൻ ഉയർന്ന തര കശേരുക്കൾ, അതായത് വെർട്ടിബ്ര പോലുള്ളവ, ഇവയിൽ നട്ടെല്ലായിട്ട് കാണപ്പെടുന്നു. അസ്ഥി കൊണ്ടുള്ള നട്ടെല്ല് കശേരുക്കളാണ് കാണപ്പെടുന്നത്. ഇവയിലും ഈ വെർട്ടിബ്രകളിലും ഭ്രൂണാവസ്ഥയിൽ എന്താണ്? നട്ടെല്ലിന് പകരം നോട്ടോകോഡാണ് ഉള്ളത്. അപ്പോൾ നോട്ടോകോഡ് ശ്രദ്ധിച്ചു വെക്കുക. താഴ്ന്ന കശേരുക്കളിൽ ആംഫിയോക്സ്, ലാംപ്ര പോലുള്ളവയിൽ നോട്ടോകോഡ് നട്ടെല്ലാണ് കാണപ്പെടുന്നത്. മധ്യജനസ്തരമായ കലകൾ അല്ലെങ്കിൽ മീസോഡെർമൽ ടിഷ്യൂ കൊണ്ടാണ് നോട്ടോകോഡ് നിർമ്മിച്ചിട്ടുള്ളത്. വെർട്ടിബ്ര പോലെയുള്ളവയിൽ അസ്ഥി കൊണ്ടുള്ള കശേരുക്കൾ തന്നെയാണ് കാണപ്പെടുന്നത്, നട്ടെല്ലാണ് കാണപ്പെടുന്നത്. ഇവയിലും വെർട്ടിബ്രകളിലും എന്താണ്? ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡാണ് ഉള്ളത്. ദെൻ നട്ടെല്ലിൻ്റെ നീളം. നട്ടെല്ലിൻ്റെ നീളം പുരുഷനിലും സ്ത്രീയിലും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. പുരുഷനിൽ 71 സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ 61 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. പുരുഷനിൽ 71 സെൻറ്റിമീറ്റർ, സ്ത്രീകളിൽ 61 സെൻറ്റിമീറ്റർ. ദെൻ മുതല, സസ്തനികൾ, പക്ഷി, പല്ലി എന്നിവയിൽ നട്ടെല്ല് 5 ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നു. മുതല, സസ്തനികൾ, പക്ഷി, പല്ലി ഇവയിലെല്ലാം നട്ടെല്ല് 5 ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവയെ എങ്ങനെ പറയാം? കഴുത്ത്, നെഞ്ചിൻ്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, ത്രികം. കഴുത്ത്, നെഞ്ചിൻ്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, ത്രികം. അപ്പോൾ നട്ടെല്ലാണ് ഡിസ്കസ് ചെയ്തത്. നട്ടെല്ലിലെ അസ്ഥികൾ പറയുന്നത് കശേരുക്കൾ എന്നാണ്. 33 കശേരുക്കളാണുള്ളത്. സുഷുമ്നാ നാഡിയെ സംരക്ഷിച്ചുകൊണ്ടാണ് നട്ടെല്ലുള്ളത്. ദെൻ സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സാക്രം, കോക്കിസ് ഇങ്ങനെ 5ആയിട്ട് തിരിക്കാം. പിന്നെ താഴ്ന്ന നശേരുക്കളിൽ ആംഫിയോക്സിലും ലാംപ്രയിലും കാണപ്പെടുന്ന നോട്ടോകോഡാണ്. മീസോഡെർമൽ ടിഷ്യൂ അല്ലെങ്കിൽ മധ്യജനസ്തരമായ കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെർട്ടിബ്രയിൽ കാണപ്പെടുന്നത് അസ്ഥി കൊണ്ടുള്ള നട്ടെല്ലാണ്. ഇവയിലും ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡാണ് കാണപ്പെടുന്നത്. ദെൻ പുരുഷനിൽ 71 സെൻറ്റിമീറ്റർ നീളമാണ് നട്ടെല്ലിൻ്റേത്. സ്ത്രീകളിലാണെങ്കിൽ 61 സെൻറ്റിമീറ്റർ ആണ്. ദെൻ മുതല, സസ്തനികൾ, പക്ഷികൾ, പല്ലി എന്നിവയിലൊക്കെ നട്ടെല്ലിനെ 5 ഭാഗങ്ങളാക്കുന്നുണ്ട്. കഴുത്ത്, നെഞ്ചിൻ്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, ത്രികം. ദെൻ ഏറ്റവും കൂടുതൽ കശേരുക്കളുള്ള ജീവി ഏതാണ്? പാമ്പാണ്. ഏറ്റവും കൂടുതൽ കശേരുക്കളുള്ള ജീവി എന്ന് ചോദിച്ചാൽ പാമ്പാണ്. ദെൻ അടുത്തതാണ് വാരിയെല്ല്. വാരിയെല്ല് നെഞ്ചിൻ്റെ മുൻഭാഗത്ത് വരുന്നതാണ് വാരിയെല്ല് എന്ന് പറയുന്നത്. 12 ജോഡി വാരിയെല്ലുകളാണ് ഒരു മനുഷ്യനുണ്ടാവുന്നത്. അപ്പോൾ വാരിയെല്ലിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. വാരിയെല്ല് 12 ജോഡി വാരിയെല്ലുകളാണ്, ഒരു അസ്ഥികളാണ് വാരിയെല്ലിൽ ഉണ്ടാവുന്നത്. ദെൻ കൈകാലുകളിലെ അസ്ഥികൾ. കൈകളിൽ 32 അസ്ഥികളും കാലിൽ 31 അസ്ഥികളുമാണ് വരുന്നത്. പാഠഭാഗത്ത് കൈകളിൽ 32ഉം കാലിൽ 31ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 9ാം ക്ലാസ്സിലെ ആ പാഠഭാഗത്ത് ഉയർന്ന തലത്തിലോട്ട് പോകുമ്പോൾ കൈകളിലും കാലുകളിലും 30 വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ കൈകളിൽ 32 എന്ന് വരുന്നത് തോളെല്ലുകൂടിൻ്റെ എണ്ണം കൂടിയും കൂടിയിട്ടാണ് വരുന്നത്. കാലിൽ ഇടുപ്പെല്ലുകൂടിയും കൂട്ടിയിട്ടാണ് ഇവിടെ എണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ ഉയർന്ന തലത്തിലോട്ട് പോകുമ്പോൾ 30 വെച്ചിട്ടാണ് പഠിക്കുന്നത്. തോളെല്ലും ഇടുപ്പെല്ലും വ്യത്യസ്തമായിട്ട് പഠിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ എണ്ണം കൂടിയും കൂട്ടിയിട്ടാണ് കയ്യിലും കാലിലും എണ്ണം പറയുന്നത്. കൈകളിൽ 32 കാലിൽ 31. അപ്പോൾ ഒരു കയ്യിലാണ് 32, 2 കയ്യിൽ കൂടിയും കൂട്ടിയിട്ട് എത്ര ഉണ്ടാവും? 64 ഉണ്ടായിരിക്കും. കാലിലാണെങ്കിൽ 62 ഉണ്ടായിരിക്കും. ഇടുപ്പെല്ലും തോളെല്ലും ഇതിൽ ചേർന്ന് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ദെൻ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി തുടയെല്ലാണ്. കൈകളിലെ അസ്ഥിയും കാലുകളിലെ അസ്ഥിയുടെയും ഫിഗറാണ് തന്നിട്ടുള്ളത്. തുടയെല്ലാണ് ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി, കാലിൽ വരുന്ന തുടയെല്ല്. ദെൻ ഒരു മനുഷ്യനിൽ ആകെ അസ്ഥികൾ എത്രയാണ്? 206 അസ്ഥികളാണ് ഒരു മനുഷ്യനിലുള്ളത്. ഈ മനുഷ്യൻ്റെ ജനനസമയത്ത് അത് 300 ഉണ്ടായിരിക്കും. കുട്ടികളിൽ അല്ലെങ്കിൽ ജനന സമയത്ത് ശിശുവിൽ വരുന്ന അസ്ഥികളുടെ എണ്ണം 300. ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ അസ്ഥികളുടെ എണ്ണം 206. ദെൻ എന്താണ് തരുണാസ്ഥികൾ? മൃദുവും വഴക്കവുമുള്ള അസ്ഥികളാണ് തരുണാസ്ഥികൾ. നമുക്കറിയാം മൂക്കിൽ
ചെവി, ശ്വാസനാളത്തിലൊക്കെ കാണപ്പെടുന്ന മൃദുവും വഴക്കവുമുള്ള അസ്ഥികളെയാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. തരുണാസ്ഥിയിൽ കാണപ്പെടുന്ന മെട്രിക്സ് ആണ് കോൺഡ്രോബ്ലാസ്റ്റ്. തരുണാസ്ഥികളിൽ കാണപ്പെടുന്ന മെട്രിക്സ് ആണ് കോൺഡ്രോബ്ലാസ്റ്റ്. ഇതിലുള്ള കോശബാഹ്യ ദ്രവമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കോൺഡ്രോബ്ലാസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോശബാഹ്യ ദ്രവമാണ് കോൺഡ്രോബ്ലാസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോശബാഹ്യ ദ്രവത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊളാജൻ, പ്രോട്ടിയോഗ്ലൈക്കൻ, ഇലാസ്റ്റിൻ എന്നിവയാണ്. ദെൻ തരുണാസ്ഥികൾക്ക് കാഠിന്യം നൽകുന്നത് കോൺഡ്രിൻ പ്രോട്ടീനാണ്. ഹ്യാലുറോണിക് ആസിഡ് അടങ്ങിയ കോൺഡ്രിൻ പ്രോട്ടീനാണ് തരുണാസ്ഥികൾക്ക് കാഠിന്യം നൽകുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ മൃദുവും വഴക്കവുമുള്ള അസ്ഥികളാണ്. ഹാൻഡ്ബുക്കിലെ പോയിന്റ്സ് കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. തരുണാസ്ഥികൾ മൃദുവും വഴക്കവുമുള്ള അസ്ഥികൾ. മൂക്ക്, ചെവി, ശ്വാസനാളം എന്നീ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് തരുണാസ്ഥികൾ. തരുണാസ്ഥിയിലുള്ള മെട്രിക്സ് ആണ് കോൺഡ്രോബ്ലാസ്റ്റ്. കോശബാഹ്യ ദ്രവമാണ് ഈ കോൺഡ്രോബ്ലാസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോശബാഹ്യ ദ്രവത്തിൻ്റെ ഘടകങ്ങളാണ് കൊളാജൻ, പ്രോട്ടിയോഗ്ലൈക്കൻ, ഇലാസ്റ്റിൻ. ദെൻ തരുണാസ്ഥികൾക്ക് കാഠിന്യം നൽകുന്നത് കോൺഡ്രിൻ പ്രോട്ടീനാണ്. ഇതിൽ കാണപ്പെടുന്ന ആസിഡാണ് തരുണാസ്ഥിയിൽ കാണപ്പെടുന്ന പ്രധാന ആസിഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാലുറോണിക് ആസിഡാണ്. ആസിഡ് ശ്രദ്ധിച്ചിരിക്കണം. ഹാലുറോണിക് ആസിഡ് തരുണാസ്ഥിയിൽ കാണപ്പെടുന്ന പ്രത്യേക ആസിഡാണ് ഹാലുറോണിക് ആസിഡ്. ദെൻ അസ്ഥിസന്ധി, അതായത് ജോയിൻസ്. എന്താണ് അസ്ഥിസന്ധി? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. അപ്പോൾ ഒരു അസ്ഥികളെ ഒന്നോ രണ്ടോ അധികം അസ്ഥികളെ ചേർത്ത് വെക്കുന്നത് ആരാണ്? അസ്ഥിസന്ധികളാണ്. അപ്പോൾ അസ്ഥിസന്ധികൾ നോക്കാം. വിജാഗിരി സന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി, പിവറ്റ് സന്ധി. ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 9th ക്ലാസ്സിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോന്നും വരുന്നുണ്ട്. വിജാഗിരി സന്ധി എന്ന് പറയുമ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും വരുന്നതാണ് വിജാഗിരി സന്ധി. അതായത് ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നത് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട് വരുന്നു. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഇടുപ്പെല്ലിലും തോളലിലും വരുന്നു. കൂടുതൽ ചലനസ്വതന്ത്രം കാണിക്കുന്ന സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. എവിടെയാണ് കാണുന്നത്? ഇടുപ്പെല്ലിലും തോളലിലും. ദെൻ പിവറ്റ് സന്ധി പറയുന്നത് കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് പിവറ്റ് സന്ധി. ദെൻ അസ്ഥിഭംഗം. അസ്ഥിക്ക് വരുന്ന ഒടിവ്, പൊട്ടലിനെയൊക്കെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ പൊട്ടാറുണ്ട്, അതുപോലെ ഒടിവ് സംഭവിക്കാറുണ്ട്. ഇതിനെയൊക്കെ അസ്ഥിഭംഗം എന്ന് പറയും. അസ്ഥിഭംഗം 3 തരത്തിൽ നടക്കാം. ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം. ലഘുഭംഗം എന്ന് പറയുന്നത് അസ്ഥിക്ക് ഒടിവോ പൊട്ടലോ സംഭവിക്കുകയും അതിൻ്റെ കൂടെ സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. അതായത് കയ്യിലോ കാലിലോ ഒക്കെ ഏതെങ്കിലും അസ്ഥിക്ക് ഒടിവ് അല്ലെങ്കിൽ പൊട്ടൽ വരുന്നു, എന്നിട്ട് അസ്ഥിയുടെ സ്ഥാനം ചെറുതായിട്ട് മാറുന്ന ഒരവസ്ഥയെയാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. ദെൻ എന്താണ് വിഷമഭംഗം? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഒന്നുകൂടി വിഷമമുള്ള ഇതാണ് വിഷമഭംഗം. അസ്ഥി പൊട്ടിയിട്ട് സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ഈ അസ്ഥി എന്താണ്? മാംസപേശികളെ തുളച്ച് പുറത്തു വരുന്ന അവസ്ഥയാണെങ്കിലാണ് അതിനെ വിഷമഭംഗം എന്ന് പറയുന്നു. ദെൻ എന്താണ് സങ്കീർണഭംഗം? ആന്തരാവയവങ്ങൾക്ക് സമീപമുണ്ടാവുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. അതായത് ആന്തരാവയവങ്ങൾക്ക് സമീപമുള്ള അസ്ഥികൾ പൊട്ടിയിട്ട് അവിടുത്തെ ആന്തരാവയവങ്ങളെ തുളച്ച് കയറുന്ന അവസ്ഥയെയാണ് സങ്കീർണഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം. ലഘുഭംഗം ജസ്റ്റ് ഒടിവ് പൊട്ടൽ സംഭവിച്ചിട്ട് അതിൻ്റെ സ്ഥാനം ചെറുതായിട്ട് മാറുന്നതെയാണ് ലഘുഭംഗം. ഇനി പൊട്ടി മാംസപേശികളെ തുളച്ച് ഇത് പുറത്തു വരുന്ന അവസ്ഥയാണ് വിഷമഭംഗം. ഈ വിഷമഭംഗം ആന്തരാവയവങ്ങൾക്കടുത്താണെങ്കിൽ ആന്തരാവയവങ്ങളെ തുളച്ച് അസ്ഥികൾ കയറുന്ന അവസ്ഥയാണ് സങ്കീർണഭംഗം എന്ന് പറയുന്നത്. ദെൻ എക്സ്റേ കണ്ടെത്തിയതാരാണ്? 1895 വിൽഹം കോൺറാഡ് റോൺജനാണ് 1895 എക്സ്റേ കണ്ടെത്തുന്നത്. വിൽഹം കോൺറാഡ് റോൺജൻ. ദെൻ ചെവിക്കുള്ളിലും അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. ചെവിയിലെ നമുക്കറിയാം 3 ഭാഗമാണുള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ആന്തരകർണത്തിൽ വരുന്നതാണ് 3 പ്രധാന അസ്ഥികൾ. ചെവിയിൽ 3 പ്രധാന അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതിൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയലാണ്. ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ്. ആന്തരകർണത്തിലല്ല, മധ്യകർണത്തിലാണ് 3 അസ്ഥികൾ കാണപ്പെടുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്.
ദെൻ ബാഹ്യാസ്ഥികൂടം. നമുക്കറിയാം മനുഷ്യനിലും അല്ലാതെ മറ്റ് ജീവികളിലുമെല്ലാം നോക്കുകയാണെങ്കിൽ ആന്തരാസ്ഥികൂടവുമുണ്ട്, ബാഹ്യാസ്ഥികൂടവുമുണ്ട്. ബാഹ്യാസ്ഥികൂടം എന്ന് പറയുമ്പോൾ ശരീരത്തിന് പുറത്തു വരുന്ന അസ്ഥിയുടെ ഭാഗങ്ങളാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. ആന്തരാസ്ഥികൂടം ശരീരത്തിനകത്തു വരുന്നതാണ് ആന്തരാസ്ഥികൂടം. ഇപ്പോൾ മനുഷ്യനിൽ നോക്കുകയാണെങ്കിൽ ആന്തരാസ്ഥികൂടമാണുള്ളത്. കൈകാലുകളിലെ അസ്ഥികൾ, തലയോട്ടി, വാരിയെല്ല്, മാറെല്ല്, നട്ടെല്ല് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് അകത്താണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഇത് ആന്തരാസ്ഥികൂടമാണ്. എന്നാൽ ചെറുതായിട്ട് മനുഷ്യനിലും ബാഹ്യാസ്ഥികൂടം വരുന്നുണ്ട്. എന്താണ്, മുടി ഒരു ബാഹ്യാസ്ഥികൂടമാണ്. അതുപോലെ നഖം എന്താണ്, ബാഹ്യാസ്ഥികൂടത്തിൽ വരുന്നതാണ്. അപ്പോൾ ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ, ബാഹ്യാസ്ഥികൂടമുള്ള ജീവികൾ, ഇത് രണ്ടുമുള്ള ജീവികളെയാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇത് ഹാൻഡ് ബുക്കിൽ വരുന്ന ടേബിളാണ്. ആന്തരാസ്ഥികൂടമുള്ള ജീവികൾക്ക് ഉദാഹരണമാണ് മനുഷ്യന്, എലി, പൂച്ച, അണ്ണാന്, കാക്ക, കോഴി, മത്സ്യം, മുതല, ആമ, പാമ്പ് എന്നൊക്കെ വരുന്നത്. അപ്പോൾ ആന്തരാസ്ഥികൂടമുള്ള ജീവികളാണ് മനുഷ്യന്, എലി, പൂച്ച, അണ്ണാൻ, കാക്ക, കോഴി, മത്സ്യം, മുതല, ആമ, പാമ്പ്. മനുഷ്യനിലൊക്കെ നഖം എന്ന് പറഞ്ഞാൽ ബാഹ്യാസ്ഥികൂടത്തിലാണ്. പക്ഷെ ഒരു അസ്ഥികൂടമായിരുന്നില്ല, അതൊരു അസ്ഥി മാത്രമായിട്ടാണ് വരുന്നത്. ഒരു ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരിൽ ചോദിക്കുമ്പോൾ ആന്തരാസ്ഥികൂടമാണ് വരുന്നത്. ദെൻ ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളാണ് ഒച്ച്, വണ്ടുകൾ, ചെമ്മീൻ, തേള്, ചിലന്തി, പ്രാണികൾ, മുതല, ആമ, നത്തയ്ക്ക, കക്ക. ദെൻ ഇത് രണ്ടും ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവുമുള്ള ജീവികളാണ് ആമ, മുതല, ചീങ്കണ്ണി. നമുക്കറിയാം തൂവൽ, രോമം, നഖം, കൊമ്പ്, കുളമ്പ് ഇവയൊക്കെ എന്താണ്, ബാഹ്യമായിട്ട് വരുന്ന അസ്ഥികളാണ്. തൂവൽ, രോമം, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. വളരെ ബേസിക്കായുള്ള കാര്യങ്ങൾ മാത്രമാണ് അസ്ഥിയെക്കുറിച്ച് ഇവിടെ വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ 9ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ എന്ന ചാപ്റ്റർ കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി തറവായിട്ട് വരും. നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലാസ്സും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. താങ്ക്